ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തും അന്നത്തെ ഭരണസമിതിയും പ്രതിപട്ടികയിൽ വിശ്വാസവഞ്ചന, വ്യാജരേഖ ചമയ്ക്കൽ എന്നീ കുറ്റങ്ങൾ ചുമത്തി. SIT സമർപ്പിച്ച കുറ്റപത്രത്തിൽ സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരിയും പ്രതിയാണ്. CPM കാലത്തെ ഒരു ദേവസ്വം ബോർഡ് കൂടി പ്രതിപട്ടികയിലായിരിക്കുകയാണ്. വിശദാംശങ്ങളുമായി അൺഫ്ലിറ്റ് ചേരുന്നുണ്ട്. അൺഫ്ലിറ്റ്, നേരത്തെ തന്നെ PS പ്രശാന്തിലേക്ക് അന്വേഷണം എത്തുമെന്നൊരു സൂചന ഉണ്ടായിരുന്നു. ഒരു പക്ഷേ ഭരണം കയ്യിലുള്ളതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടു എന്ന രാഷ്ട്രീയ ആക്ഷേപങ്ങൾക്കൊക്കെ ഒടുവിൽ ഭരണം മാറിയപ്പോൾ PS പ്രശാന്തിൻ്റെ ഭരണസമിതി കൂടി ഇപ്പോൾ പ്രതിപട്ടികയിൽ ഉൾപ്പെടുന്നു. വിശദാംശങ്ങൾ. തീർച്ചയായും 2025 സ്വർണ്ണക്കൊള്ള കേസിലാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നത്. അതായത് ഇപ്പോഴത്തെ ഭരണസമിതിക്ക് തൊട്ട് മുന്നിലത്തെ ഭരണസമിതിയിലെ പ്രസിഡന്റ് ആയിരുന്ന PS പ്രശാന്ത് കൂടി പ്രതിയാക്കിയാണ് ഇപ്പോൾ കേസ് വന്നിരിക്കുന്നത്. 2025 സ്വർണ്ണക്കൊള്ള കേസിലാണ് കൂടിയാണ് പ്രശാന്തിനെ പ്രതി ചേർത്തിരിക്കുന്നത്. കേസിൽ പ്രശാന്ത് 4ാം പ്രതിയാണ്. എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു അന്തരിച്ചു. അദ്ദേഹത്തെ ഈ കേസ് 1ാം പ്രതി 2025 സ്വർണ്ണക്കൊള്ള കേസിലാണ്. മുരാരി ബാബു 1ാം പ്രതിയും PS പ്രശാന്ത് പ്രസിഡന്റ് ആയിരുന്ന PS പ്രശാന്ത് 4ാം പ്രതിയായാണ് ഇപ്പോൾ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ കേസിൽ 2ാം പ്രതിയാണ്. അതോടൊപ്പം സ്മാർട്ട് ക്രിയേഷൻസ് ഉള്ള പങ്കജ് ഭണ്ഡാരിയാണ് കേസിൽ 3ാം പ്രതിയായിരിക്കുന്നത്. ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കേറ്റ് അജുകുമാർ ഈ കേസിൽ 5ാം പ്രതിയാണ്. തന്ത്രി കണ്ഠരര് രാജീവനാണ് കേസിലെ 6ാം പ്രതി. അതായത് കണ്ഠരര് രാജീവൻ ഉൾപ്പെടെ പ്രതി ചേർത്താണ് ഇപ്പോൾ ഈ കേസ് വന്നിരിക്കുന്നത്. ഈ കേസിൽ 4ാം പ്രതിയായി PS പ്രശാന്തിനെ കൂടി ഉൾപ്പെടുത്തുമ്പോഴാണ് ഇത് പുതിയ രാഷ്ട്രീയ മാനം കൂടി വരുന്നുണ്ട്. ഇത് തന്നെ BNS 316, 2, 5, 2, 6 എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവർക്ക് കേസിൽ നേരിട്ട് പങ്കുണ്ട് എന്ന രീതിയിലാണ് SIT പറയുന്നത്. കേസിൽ ഇവർക്ക് നേരിട്ട് പങ്കുണ്ട് എന്ന് SIT പറയുമ്പോൾ, അതായത് PS പ്രശാന്ത് ഉൾപ്പെടെ മുൻ ഭരണമായിരുന്ന പ്രസിഡന്റ് ആയിരുന്ന PS പ്രശാന്ത് ഉൾപ്പെടെ കേസിൽ പങ്കാളികളാകുമ്പോൾ ഇത് മുമ്പുണ്ടായിരുന്ന ദേവസ്വം ബോർഡിലെ ഭരണസമിതികൾ A പത്മകുമാർ, അതിനുശേഷം വാസു ഉൾപ്പെടെ എല്ലാ ഈ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റുമാരായിരുന്നവരൊക്കെ തന്നെയും ആ കാലഘട്ടം മുതലേ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട എല്ലാ ഭരണസമിതി, ഏറ്റവും ഒടുവിലത്തെ ഭരണസമിതി വരെ ഈ പ്രതിപട്ടികയിൽ ഉൾപ്പെടുന്നു. ഇവരൊക്കെ തന്നെ ഇതിന്റെ പങ്കാളികളാണ്. അപ്പോൾ ഇതൊരു കണ്ണിയായി എല്ലാവരും ഇതിൽ പ്രവർത്തിച്ചു എന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതിൽ ആരാണ് ആസൂത്രണം അല്ലെങ്കിൽ സൂത്രധാരകൻ ആരാണ് എന്നത് ഇപ്പോഴും തന്നെ കണ്ടെത്താൻ SITക്ക് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ പോകുന്ന ഈ കേസിലാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ ദേവസ്വം ബോർഡിന്റെ ഭരണസമിതി കൂടി ഇതിൽ പ്രതിപട്ടികയിൽ ഉണ്ടാകുന്നത്. PS പ്രശാന്ത് എല്ലാ ഘട്ടങ്ങളിലും പറഞ്ഞിരുന്നത് എവിടെ വേണമെന്ന് അദ്ദേഹം നിരപരാധിത്വം തെളിയിക്കാൻ ഇതിൽ യാതൊരു ബന്ധവുമില്ല എന്നാണ്. അതായത് അന്ന് അദ്ദേഹം പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് ഈ സ്വർണ്ണപ്പാളികൾ ഇത് കൈമാറ്റം ചെയ്തത് PS പ്രശാന്താണ്. സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം ഇത് കൊടുക്കാനായി അദ്ദേഹം എഴുതിയ കത്തിന്റെ അടിസ്ഥാനത്തിൽ അത് കൊടുത്തു. എന്നായിരുന്നു കേസ് അന്ന് വന്നത്. എന്നാൽ അന്ന് PS പ്രശാന്ത് ഇതിനെ പറഞ്ഞത് ഇത് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു സംശയം അദ്ദേഹത്തിന് തോന്നിയപ്പോൾ അദ്ദേഹം തന്നെയാണ് ഇക്കാര്യം ദേവസ്വം കമ്മീഷണറെ അറിയിക്കുകയും തിരുവാഭരണ കമ്മീഷണർ ദേവസ്വം കമ്മീഷണറെ അറിയിക്കുകയും ചെയ്തത്, മുൻകൈ എടുത്ത് അറിയിക്കുക കൂടി ചെയ്തത് ഇദ്ദേഹമാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ഒരു കത്ത് കൈ കിട്ടുന്നു, ആ കത്തിന്റെ അടിസ്ഥാനത്തിൽ കൊടുത്തയക്കുന്നു എന്നതിനപ്പുറത്തേക്കുമായി തനിക്ക് യാതൊരു പങ്കുമില്ല എന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് തുടക്കം മുതലേ PS പ്രശാന്ത് ഭരണസമിതി ഇരിക്കുമ്പോഴാണ് ഈ കേസൊക്കെ പുറത്തു വരുന്നതൊക്കെ നമുക്കറിയാം. ആ സമയം മുതൽ സംശയത്തിന്റെ നിലയിൽ PS പ്രശാന്ത് ഉണ്ടായിരുന്നു. പക്ഷെ അന്നൊക്കെ തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നത് എവിടെ വേണമെങ്കിലും തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ തനിക്ക് ഇതുമായി ഒരു ബന്ധവുമില്ല. തനിക്ക് ലഭിച്ച നിർദ്ദേശം അനുസരിച്ച് കൃത്യമായ കത്തും ദേവസ്വം കമ്മീഷണർ ഉൾപ്പെടെയുള്ള കത്തും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് കൊടുത്തയക്കുന്നത് എന്നാണ്. എന്നാൽ ഇപ്പോൾ SIT കണ്ടെത്തിയിരിക്കുന്ന റിപ്പോർട്ടിൽ ഏറ്റവും ഈ പുതിയ കേസായി ഇത് ഫയൽ ചെയ്യുമ്പോൾ, അതായത് ഇപ്പോൾ ഈ കേസ് കൂടി വരുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് 3 കേസുകളാണ് ഇപ്പോൾ ഫയൽ ചെയ്യുന്നത്. ഈ 3ാമത്തെ കേസിലാണ് PS പ്രശാന്ത് കൂടി പ്രതിയാകുന്നത്. ഇപ്പോൾ SIT പറയുന്നത് നേരിട്ട് ഈ ഭരണസമിതിക്ക്, ഏറ്റവും ഒടുവിലത്തെ ഭരണസമിതിക്കും, അതായത് 2025 ഏറ്റവും ഒടുവിൽ പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തയച്ച കേസ് അതൊരു 3ാമത്തെ കേസായി ഫയൽ ചെയ്യുമ്പോൾ ആ കേസിൽ ഈ ഭരണസമിതിക്ക് നേരിട്ട് പങ്കുണ്ടെന്ന് പറയുമ്പോൾ അതിന്റെ വ്യാപ്തി എത്രത്തോളമാണ്, അതായത് ആ സ്വർണ്ണക്കൊള്ളയുടെ ആഴവും പരപ്പും വളരെ വ്യക്തമാക്കുന്ന ഒരു റിപ്പോർട്ടാണ്. അല്ലെങ്കിൽ അതിന്റെ ആഴം എത്രത്തോളം ഉണ്ട് എന്നത് കൂടി ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ ഞെട്ടിക്കുന്ന ഒരു റിപ്പോർട്ടാണ് SIT ഈ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും അല്പം കഴിയുമ്പോൾ ഈ PS പ്രശാന്ത് ഈ വിഷയത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. ഇന്റർവ്യൂയോടുകൂടി അദ്ദേഹം മാധ്യമങ്ങൾക്കാണ് അദ്ദേഹത്തിന്റെ തിരുവനന്തപുരത്തെ വസതിയിൽ എല്ലാവരും എത്തിയിട്ടുണ്ട് മാധ്യമങ്ങൾ. അവിടെ ഒരുപക്ഷെ അദ്ദേഹം പ്രതികരിക്കും. എങ്കിലും
ആദ്യമേ തന്നെ, കാരണം ഇന്നലെയൊക്കെ തന്നെ നമുക്കറിയാം ഇതുമായി ബന്ധപ്പെട്ട് PS പ്രശാന്ത് പ്രതിപട്ടി ഉൾപ്പെടാൻ സാധ്യതയുണ്ട് എന്ന രീതിയിലൊക്കെ വാർത്ത വന്നിരുന്നു. അപ്പോഴൊക്കെ തന്നെ പ്രശാന്ത് അത് എവിടെ വേണമെങ്കിലും തന്റെ നിരപരാധവും ഒക്കെ തെളിയിക്കാൻ അന്വേഷണം ഏത് രീതിയിൽ വേണം മുന്നോട്ട് പോകാനായിട്ട് സ്വാഗതം ചെയ്യുന്നു എന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. ഇനി പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തുമ്പോൾ അതനുസരിച്ച് ഇനി അന്വേഷണ സംഘം ചോദ്യം ചെയ്യാൻ വിളിക്കുകയും ഇനി അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത്. അങ്ങനെ ആ രീതിയിലേക്ക് കാര്യങ്ങൾ കടന്ന് അന്വേഷണം കൂടുതൽ പേരിലേക്കൊക്കെ എത്തുകയാണെങ്കിൽ PS പ്രശാന്തിനെ മൊഴിയെടുക്കുമ്പോൾ ഇതിനോടകം തന്നെ PS പ്രശാന്തിനെ മൊഴി എടുത്തിട്ടുണ്ടായിരുന്നു പല ഘട്ടങ്ങളിലൊക്കെ 1-2 കേസുകളുമായി ബന്ധപ്പെട്ട്. അപ്പോഴൊക്കെ തന്നെയും തെളിവ് മൊഴിയെടുക്കുന്നു, അതിനുശേഷം അദ്ദേഹത്തെ പറഞ്ഞയക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ വിശദമായ അന്വേഷണത്തെ വിശദമായ പരിശോധനകളുടെ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ PS പ്രശാന്ത് കൂടി പ്രതിപട്ടികയിൽ വരുന്നത്. അങ്ങനെയെങ്കിൽ ഇനി വീണ്ടും PS പ്രശാന്ത് പ്രതിപട്ടികയിൽ പ്രതിയായ അദ്ദേഹത്തെ കൂടി ചേർക്കുമ്പോൾ വീണ്ടും അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുക്കുന്ന അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് SIT മാറും. അങ്ങനെ വരുമ്പോൾ ഈ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡിലെ എല്ലാ ഭരണസമിതി 2025 വരെയുള്ള എല്ലാ ഭരണസമിതിയിലെ ദേവസ്വം ബോർഡ് അധ്യക്ഷന്മാരായിരുന്നവരൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പ്രതിപട്ടികയിലാണ് എന്നത് കൂടി നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടിയിരിക്കുന്നു. അതായത് പിണറായി സർക്കാരിന്റെ കാലത്ത് 1-2 പിണറായി സർക്കാരിന്റെ കാലത്തുണ്ടായിരുന്ന മുഴുവൻ ഭരണസമിതിയുടെ പ്രതിസ്ഥാനത്ത് വരുന്നു, മുഴുവൻ പ്രസിഡന്റുമാരും ഇതിന്റെ പ്രതിസ്ഥാനത്ത് വരുന്നു എന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ഇപ്പോൾ SIT കോടതിയിൽ സമർപ്പിച്ചിരുന്ന റിപ്പോർട്ടിൽ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ നേരത്തെ ഇപ്പോൾ ഭരണം മാറിയിട്ടുണ്ട്. ഇപ്പോൾ ആരോഗ്യ ദേവസ്വം മന്ത്രിയായിരിക്കുന്ന നിരവധി ദേവസ്വം മന്ത്രിയായിരിക്കുന്ന കെ മുരളീധരൻ എന്ന് പറയുന്നത് നിരവധി അന്വേഷണക്കാരാണ്. ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകട്ടെ, അതിനുശേഷം ഈ അന്വേഷണത്തിന്റെ ഗതി ഏത് രീതിയിലാണെന്ന് വിലയിരുത്തും. അതിനുശേഷമായിരിക്കും, കാരണം ഹൈക്കോടതി പ്രകാരമാണ് SIT അന്വേഷണം നടക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഉള്ളത് നമുക്കറിയാം ജയകുമാറിന്റെ അധ്യക്ഷതയിലുള്ള ഭരണസമിതിയാണ് ഇപ്പോൾ പോകുന്നത്. ഈ ഭരണസമിതി ഒക്കെ തന്നെ വന്നതിന് ശേഷമാണ് പഴയ ഭരണസമിതിയെ പിരിച്ചുവിടുകയും പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അധികാരം നിർവഹിക്കുകയും ചെയ്തത് രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന സമയത്തൊക്കെ ആയിരുന്നു. അപ്പോൾ പുതിയ ഭരണസമിതി നിലവിലെ ഭരണസമിതി പോലും രേഖകൾ പരിശോധിക്കാനും ഒക്കെ തന്നെ അന്വേഷണ സംഘം പല ഘട്ടങ്ങളിൽ ദേവസ്വം ആസ്ഥാനത്തൊക്കെ എത്തിയിട്ടുള്ളത് അംഗങ്ങളെയൊക്കെ തന്നെയും പല രേഖകൾ അംഗങ്ങൾ കൈമാറുകയും ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെ വരുമ്പോൾ ഈ നിലവിലെ അന്വേഷണത്തിൽ തൃപ്തരാണ്, കോടതിയിൽ റിപ്പോർട്ടൊക്കെ സമർപ്പിച്ചു ഒക്കെ കഴിഞ്ഞു. ഈ PS പ്രശാന്തിനെ കഴിഞ്ഞ ദിവസം ഏറ്റവും ഒടുവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലും ചോദ്യം ചെയ്യുന്ന സാഹചര്യം. 2 ദിവസം മുമ്പാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും SIT ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തത്. അത് ഇന്ന് ഈ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ പോകുന്നതിന് തൊട്ട് മുന്നേ ആയിരുന്നു അവസാന വട്ടത്തിൽ നടത്തിയ ചോദ്യം ചെയ്യൽ. അതായത് രേഖകളോ തെളിവുകളോ മറ്റെന്തെങ്കിലും നിർണായക വിവരങ്ങൾ ലഭ്യമാകുമോ എന്ന അടിസ്ഥാനത്തിലാണ് ലഭ്യമാകാൻ വേണ്ടിയായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി അന്ന് മണിക്കൂറുകളോളം തിരുവനന്തപുരത്ത് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് ചോദ്യം ചെയ്തു. അപ്പോൾ ആ ചോദ്യം ചെയ്യലുകൾ ഉൾപ്പെടെയുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ പേരിലേക്ക് ഇതിൽ പ്രതികളായും പ്രതിസ്ഥാനത്തും ഒക്കെ വരുന്നത്. മറ്റൊന്ന് ഈ നിലവിൽ ഇപ്പോൾ ഈ SIT അന്വേഷണം SIT ഒരു സമ്മർദ്ദം SITയുടെ ഭാഗത്തുനിന്നുണ്ട്. കാരണം ഈ CBI അന്വേഷണം ആവശ്യപ്പെട്ട് BJP ഒരു ഭാഗത്ത് വളരെ ശക്തമായി തന്നെ നിൽക്കുകയാണ്. കാരണം BJP ഇപ്പോഴും ഈ ഭരണം കിട്ടിയതിനു ശേഷം UDF പ്രതിപക്ഷത്തിരുന്ന UDF അല്ല ഇപ്പോൾ ഭരണപക്ഷത്ത് ആയപ്പോൾ അവരുടെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എടുക്കുന്നു ഇരട്ടക്കാപ്പാണ് ഇപ്പോൾ UDF സർക്കാർ ഇരട്ടക്കാപ്പാണ് UDF സർക്കാരിനുള്ളത് എന്നൊരു ആരോപണം ശക്തമായി സർക്കാരിനും നേരിടുന്നുണ്ട്. അതോടൊപ്പം തന്നെ SIT നേരിടുന്നുണ്ട്. കാരണം SITയുടെ അന്വേഷണത്തിൽ തൃപ്തരല്ല എന്ന രീതിയിൽ പ്രതിപക്ഷ BJP കൊണ്ടും അവകാശവാദം BJP പറയുന്നു. BJP CBI വിശദാംശങ്ങൾ തിരുവനന്തപുരത്ത് നിന്നും നൽകിയത്.